രണ്ടടുപ്പിനകത്തായിട്ട് ശംഭു ശങ്കര എന്ന് പറയുന്ന ഹോട്ടലിന്റെ പേര് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് നല്ല ചിക്കൻ തോരനാണ്. ആ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പിന്റെ പേരാണ് തവിക്കണേന്ന് പറഞ്ഞു. കപ്പ ഓർഡർ ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റിലോട് കോരി നമ്മുടെ മുമ്പിലേക്ക് ദേണ്ട ചൂടോടെ കൊണ്ടുവരും. കൂട്ടത്തി ചിക്കൻ തോരൻ. കടയുടെ വലിപ്പത്തിലില്ല, രുചിയിലാണ് കാര്യം. കല്യാണരാമനകത്ത് ഇന്നസെന്റ് പറയുന്ന ഡയലോഗ് ഉണ്ട്, ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞു. രക്ഷയില്ല, നല്ല നാടൻ കോഴിയാണ്. ഒരു മയില് ഓ നാക്ക് തെറ്റുന്നല്ലോ. ആ ഒരു ഉരുള കഴിക്കുമ്പോൾ റെഡിയാവാൻ 100ൽ 100. ഇവിടെ എങ്ങനെ ഈ പറഞ്ഞ ഹോട്ടല് ഒരു കട കാണുന്നല്ലോ. ഹോട്ടൽ ശംഭു ശങ്കരൻ. ഈ ചെറിയ കട 20 ഊണൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ ചേട്ടോ. എന്തോ ഐറ്റം പാചകം ചെയ്യുന്നുണ്ട്. രണ്ടടുപ്പിനകത്തായിട്ട് കടയുടെ വലിപ്പം കണ്ടിട്ട് ഈ വലിയ 2 കലം കണ്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു ചേർച്ചയില്ലായ്മ ഫീൽ ചെയ്യുന്നില്ലേ? ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. കടയുടെ വലിപ്പത്തിലില്ല, രുചിയിലാണ് കാര്യം. ഇതേപോലുള്ള കലത്തിൽ അവിടെ ചോറ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം ഇവിടെ നടക്കുന്ന ഊണ് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കി. പൊമ്പോ 32 വർഷമായിട്ട് ഈ ഇരിക്കുന്ന ഗിരിജാമ്മയുടെ ഭർത്താവ് തങ്കമ്മ കൊച്ചാനോട് ഈ പരിപാടി തുടങ്ങിയത്. ഇപ്പോൾ പിന്നെ സഹായത്തിന് മരുമോനായ സതീശനും മോളായ സന്ധ്യയൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, വിറകടുപ്പിലാണ് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. അപ്പം ഈ ശംഭു ശങ്കര എന്നൊരു പേരിടാനുള്ള കാര്യം വരുന്നത്, മൂത്ത കൊച്ചിന്റെ പേര് ശംഭു വന്നിട്ട് രണ്ടാമത് വീണ്ടും ഇളയ കൊച്ചുമാണ് ആയപ്പം ശങ്കര എന്നിട്ട് ആ പേര് നേരെ ഹോട്ടലിലേക്ക് കയറി. അപ്പൊ അതുവരെ എന്തായിരുന്നു ഹോട്ടലിന്റെ പേര്? സന്ധ്യ ഹോട്ടലിലായിരുന്നു. സന്ധ്യ എന്ന് പറയുന്ന ഗിരിജാമ്മയുടെ മോളാണ്. ആ മക്കളുടെ കൊച്ചുമക്കളാണ് ശംഭു ശങ്കര. പക്ഷെ ശംഭു ശങ്കര എന്നുള്ള പേരാണ് ഇപ്പോൾ എല്ലായിടും അറിയപ്പെടുന്നത്. അപ്പോൾ ഫുഡ് വെറൈറ്റി, ഹോട്ടൽ വെറൈറ്റി, അതുപോലെ തന്നെ വെറൈറ്റിയാണ് ഇവിടുത്തെ രുചിയും. ഒന്നൊന്നര സാധനം തന്നെ കേട്ടോ. രണ്ട് വാർപ്പിരിക്കുന്നുണ്ട്, ഒരിക്കലും ബിരിയാണിക്കാന്ന് കരുതണ്ട. ശംഭു ശങ്കര എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ പേര് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് നല്ല ചിക്കൻ തോരനാണ്. അതിൻ്റെ മസാല കണ്ട് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി പേസ്റ്റും വേണ്ട അതിനകത്തോട്ട് വാരി ഇടുക. അപ്പോൾ ഇത് നല്ല വിറകടുപ്പിൻ്റെ തീയിൽ കിടന്നിട്ട് ഇങ്ങനെ മസാല ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് ബാക്കി ചേരുക. അതാണ്ട് കറിവേപ്പില ഇച്ചിരി എടുത്തിട്ടേ ഇതിനകത്തിരിക്കുന്ന ചാറിനകത്തോട്ട് പരട്ടി ഒന്നും കളയാനില്ല. ഊണ് മേടിക്കാൻ വന്ന എനിക്ക് ഇവിടുത്തെ പാചക രീതികൾ കണ്ടപ്പോഴേ ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ എന്നൊരു ആലോചനയുണ്ട്. എന്തായാലും അമ്മയടുത്തൊന്ന് ചോദിച്ചാൽ ഒരു നേരത്തെ ഊണ് ചെറിയൊരു പൈസ വന്നാൽ വെക്കാതെ ഞാനിവിടെ പാചകക്കാരനാവുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. പിന്നെന്തേ സവാള. അപ്പം സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റും. അപ്പം ഇതൊരു മൂപ്പായിട്ട് സവാള ഇട്ടാൽ മതി എന്ന് സതീഷേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് മുളക് മേടിച്ച് കഴുകി പൊടിച്ചുണ്ടാകുന്ന നല്ല നാടൻ മുളക് പൊടി മല്ലിപ്പൊടിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഏത് പാചകത്തിൻ്റെ ചാനൽ എടുത്താലും പരുപൊടി ഉപയോഗിക്കത്തില്ല, ഞങ്ങൾ മേടിച്ച് ഉണക്കുന്നതാണ്. പക്ഷെ അത് പറയുന്നത് ഒരിക്കലും അലങ്കാരമായിട്ടുള്ള വാക്കല്ല, സത്യമായ കാര്യമാണ്. അല്ല കണ്ടു നോക്കും. അപ്പോൾ ചിക്കൻ തോരൻ പരുവത്തിൽ അരിഞ്ഞത് നമ്മളിപ്പോൾ നേരത്തെ പേസ്റ്റ് തയ്യാറാക്കി വെച്ച് ചൂടാക്കിയതിലേക്ക് ഇട്ടു. അതിന് മുകളിൽ ഒരു മേൻ പിടിക്കുന്നതാണ് കുറച്ച് സവാള അങ്ങോട്ട് ഇട്ടു.
നല്ല ചൂടിൽ കിടന്ന് വേവ് കേട്ടോ. മണം കേട്ടിട്ട് സഹിക്കാൻ പറ്റത്തില്ല പൊന്നേ. ചിക്കനൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യാണ്. ആ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പിൻ്റെ പേരാണ് തവിക്കണയെന്ന് പറയും. പണ്ടുള്ള ആൾക്കാർക്കറിയാം, ഇപ്പോൾ ഉള്ളവർക്ക് ഒരുപക്ഷെ അതിൻ്റെ പേര് അറിയണമെന്നില്ല. അത് വെച്ചിട്ട് നേരത്തെ ഇട്ട സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മാംസത്തെ പിടിക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വെന്ത് വരാൻ നല്ല പണികൾ ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ ചിക്കൻ തോരൻ വരുവാണ്ട് ഒഴിച്ച് കഴിക്കുന്നവർക്ക് ഒരു ഒഴിച്ചേറി വേണമല്ലോ. അതെ, ചിക്കൻ്റെ ചെറിയ പീസുകളും കരളും കൂമ്പും എല്ലാം ചേർത്തിട്ട് ഒരു ഗ്രേവി, അതാണ് അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് തട്ടാം. നല്ല ചൂടിൽ ഇവിടെ നിന്ന് ഈ പാചകം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഹെവി റിസ്ക്കാണ്. പക്ഷെ കഴിക്കുന്നവർ രുചിയോടെ ഇത് വല്ലതും ഓർക്കുന്നുണ്ടോ? ഓർക്കണം. നമുക്ക് വേറെ കറികളൊന്നുമില്ല, സലാഡും അച്ചാറും ചിക്കൻ തോരനും മാത്രമേ ഉള്ളൂ. ഇവിടെ ഊണിന് സലാഡ്, അച്ചാറ്, കപ്പ, ചിക്കൻ തോരൻ, പിന്നെ ചെറിയ കറികൾ, പിന്നെ ഈ ഒഴിച്ചു കറി, ഞങ്ങൾ കൂടുതൽ വിഭവം കിട്ടുന്നില്ല. പക്ഷെ ഉള്ളത് 100ൽ 100. കല്യാണരാമനകത്ത് ഇന്നസെന്റ് പറയുന്ന ഡയലോഗ് ഉണ്ട്, ഇളക്കല്ലേ എന്ന് പറഞ്ഞു. ഇത് പാടുള്ള കാര്യം കേട്ടോ. ഈ നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറയുന്ന പോലെ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി എടുക്കണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, ചേട്ടൻ തന്നെ ഇതോളൂ. സതീഷ് ചേട്ടാ ഒന്ന് ഇളക്കി കാണിച്ചു അങ്ങോട്ട്. അല്ല പിന്നെ സതീഷ് ചേട്ടാ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ ഇവർക്ക് ഓലക്കൊക്കെ ഇടിക്കുമായിരിക്കും. ഒരിക്കലും അല്ല, കപ്പ ഇളക്കുകയാണ്. ഇതിന് ഈ കമ്പ്യൂട്ടർ നല്ലോണം ഈ കലത്തിനകത്തിട്ട് ഇളക്കി നമ്മൾ കപ്പ ഓർഡർ ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റിലോട്ട് കോരി നമ്മുടെ മുമ്പിലേക്ക് ദേണ്ട് ചൂടോടെ കൊണ്ടുവരും. കൂട്ടത്തി ചിക്കൻ തോരൻ. അപ്പോൾ നമ്മൾ ഇതിനകത്തായിട്ട് മസാല ചേർത്തു, മുളക് പൊടി, പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരു അവസാന ഘട്ട ഫിനിഷിങ്ങിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ വരിക്കും ചിക്കൻ തോരൻ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ചിക്കൻ തോരൻ കിട്ടാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ചിക്കൻ തോരൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഇനി ഒരു കൂട്ട് ചേർക്കും. ഇവർ മാത്രം തയ്യാറാക്കിയെടുത്തൊരു കൂട്ട്, അതുകൂടെ ചേർന്ന് ഇത് പറ്റി വെള്ളം പറ്റി തോരൻ പരുവാകുമ്പോഴത്തേനുണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റും രുചിയും മണവും ചിന്തിക്കാൻ പറ്റും. അപ്പം ഈ ചിക്കൻ തോരൻ്റെ രുചി സാമ്രാട്ട് എന്ന് പറയുന്ന അവസാന ഈ മസാല കൂട്ടുതേ ഇതിലേക്ക് വീഴാൻ പോകും. കിട്ടോ ദശ? ഇത് ഇളക്കില്ല, ഇതിങ്ങനെ കറിയുടെ മേളിൽ ഒരു ആഭരണം പോലെ ഇതിങ്ങനെ എന്നിട്ട് ഈ ആവിയിൽ നിന്നത് വെന്ത് വെള്ളം പറ്റി നല്ല തോരനായിട്ട് വരും. അപ്പോൾ ചിക്കൻ തോരൻ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ സതീഷ് ചേട്ടാ മൂടി തുറന്നോ. ആഹാ, ചിക്കൻ തോരൻ നല്ല മസാലയൊക്കെ മിക്സ് ചെയ്ത് വെന്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല പരുവത്തി കിടക്കുകയാണ്. ഒരു ശകലം ഒന്ന് ഇളക്കിയിട്ട് ഒരു ശകലം ഒന്ന് കാണിക്കാം നമുക്ക്. നേരത്തെ ആ ഗ്രേവി എല്ലാം പറ്റി നല്ല തോരൻ പരുവായി. ഇത് കണ്ടാ കഴിക്കാതെ പോകാൻ പറ്റുമോ നമുക്ക്? ഞാൻ പറയാനുള്ള ഒരു ചേട്ടൻ പറഞ്ഞു, ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. നല്ല നാടൻ കോഴിയാണ്. ആർക്കും വരാം, എപ്പോഴും വരാം, എപ്പോഴും.
അപ്പോൾ തിരക്കേറിയ ഊണ് സമയമാണ്. 11:45 തൊട്ട് ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. 12 മണിയാകുമ്പോൾ തൊട്ട് പാഴ്സൽ പോയി വിളമ്പി തുടങ്ങി. ആൾക്കാർ ഇങ്ങനെ വീണ്ടും ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്, വണ്ടികൾ ഒരുപാട് കൊണ്ടിട്ട്. ശരിക്കും ഒരു ജംഗ്ഷനിലൊരു തിരക്ക് ഈ ഒരു ഉള്ളേരിയയിൽ ഈ കടയിൽ കിട്ടുക. അതിന് പ്രധാന കാരണം നമ്മുടെ ശംഭു ശങ്കരനാണ്. ചേട്ടാ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കഴിക്കാറുണ്ട്? ഈ ഏരിയ വരുമ്പോൾ ഇവിടുത്തെ ഊണ് ഇവിടെ വരത്തുള്ളൂ. ഈ ഏരിയ വരുമ്പോൾ ഇവിടുത്തെ ഊണ് അവർ മിസ് ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ചിക്കൻ തോരനും ഈ ചെറിയ കൂട്ടാനും സംഭവം സെറ്റപ്പ് എങ്ങനെ ഉണ്ട്? അടിപൊളിയാണ്. ഇവിടെ ഒന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ട് ചിക്കൻ തോരനൊക്കെ കഴിച്ച് വീട്ടിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഊണ് കഴിച്ചാൽ ഒരു പാഴ്സൽ ഉറപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഒരു മയില്, അതൊരു വല്ലാത്ത നല്ല കാഴ്ചയായി. നല്ല നാടൻ വാഴയില. അപ്പം സദ്യവട്ടത്തിൻ്റെ ആദ്യപടി ഇലയിടുന്നു, അതിലല്പം വെള്ളം ഒഴിക്കുന്നു. അത് നന്നായിട്ട് ഇലയിലെ പൊടി അഴുക്കൊക്കെ പോലെ ഒന്ന് കഴുകിയതാണ് എങ്കിൽ പോലും കഴുകിയിട്ട് നമ്മൾ കുടഞ്ഞ് വെച്ചു. അപ്പോൾ ഇനി ഒരു അംഗത്തിനുള്ള ബാല്യമായി ഞാൻ തയ്യാറ്. വരട്ടെ പോരാളികൾ. നല്ല ചുമന്നരി ചൂടോടെ ഇപ്പോൾ തന്നെ അത്രയും ഭാഗത്തെ ഇലയങ്ങ് വാടും. എന്നിട്ട് അതിൽ നിന്ന് ഇളക്കി കഴിക്കുമ്പോൾ ആ വാട്ടിയ ഇലയുടെ മണവും കൂടെ. അപ്പം നമ്മൾ കാത്തിരുന്ന കപ്പ മതി. മാങ്ങാച്ചറത്തി. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ചിക്കൻ്റെ ഗ്രേവി ഇച്ചിരി ചീനിക്കത്ത് കൊടുത്തു. അതാണ് അതിൻ്റെ ഒരു കളറെന്ന് പറയുന്നത്. ഇനി നല്ല സലാഡ്. മതി. അപ്പം കാത്തിരുന്ന പ്ലേറ്റല്ലേ നമ്മുടെ ചിക്കൻ തോരൻ, നാടൻ ചിക്കൻ തോരൻ. അത് തനത് നാടൻ ശൈലി. ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഒരു പീസ് കഴിച്ചു നോക്കാം. കാര്യം ആദ്യമേ അടപ്പേന്ന് കോരിയപ്പോഴേ എല്ലും കഷ്ണം കിട്ടിയത്. ചുമ്മാതല്ല, ഇവിടെ ഇത്ര ഊണ് ചിലവാകുന്നത് വെറുതെ അല്ല, അമ്മാതിരി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇതിന് ഞാനൊരു അഭിപ്രായം പറയത്തില്ല. കഴിച്ച രീതി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ രുചി മനസ്സിലായി കാണുമല്ലോ. എന്താ ടേസ്റ്റ്. പിന്നെ മൊത്തത്തിൽ ചൂടായതുകൊണ്ട് നല്ലൊരു ഉരുള പിടിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഗംഭീരമാണ്. അത്ര സ്വാദിഷ്ടത്തോടെയാണ്. നാക്ക് തെറ്റുന്നല്ലോ. ഒരു ഉരുള കഴിക്കുമ്പോൾ റെഡിയാവാൻ. നാടൻ കോഴിയായിട്ട് കൊണ്ട് 2 വിരൽ കൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അതേപോലെ നല്ല വിറകടുപ്പിൽ തീയിൽ കിടന്നിട്ടേ അളിയും കറിയങ്ങ് വെന്ത്. ചേട്ടാ ഇച്ചിരി കഞ്ഞവെള്ളം തരുമോ? ചെറിയ ചൂടുള്ള കഞ്ഞവെള്ളം. അത് കുടിക്കുമ്പോൾ ഉള്ളവർക്ക്, പണ്ട് കുടിച്ചിട്ടുള്ളവർക്ക് അറിയാം, ചെറിയ എരിവോടിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞവെള്ളം. അപ്പോൾ നമ്മുടെ സദ്യയുടെ അവസാനഘട്ട ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ശകലം പോലും ആഹാരം വേസ്റ്റ് ആക്കുന്ന ഒരു നിർബന്ധക്കാരനാണ് ഞാൻ. കാരണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ തോന്നുന്നു ഇയാളുടെ വീട്ടിൽ ഇത്രയും നാൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. സത്യം ശ്രദ്ധിച്ചിട്ടില്ല. ആ ചെറിയ അടുക്കളയിൽ ഇത്രയും ചൂടിൽ അവരിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എങ്ങനെ കളയാൻ തോന്നും? അത് ഇത്ര രുചിയോടെ കിട്ടുമ്പോൾ. ആഹാ, സലാഡിൻ്റെ ഗ്രേവി, മാങ്ങയുടെ ചാറും ചിക്കൻ്റെ അരപ്പും എല്ലാവരും ചേർന്നപ്പോഴേ അത് മൂന്നൂടെ ചേർന്നപ്പം വേറെ ടേസ്റ്റ്. അപ്പം ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് ആ ഒരു ഗ്ലാസ് കഞ്ഞറോടെ കുടിക്കുമ്പോഴത്തേനെ വലിയ ഫിഷ്. അപ്പോൾ
അപ്പോൾ നമ്മുടെ ശംഭു ശങ്കര ഹോട്ടലിലെ വിശേഷങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. അകത്ത് എന്തോ തിരക്കാണെന്നറിയോ, ഒരു കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന തിരക്കാണ്. ഒരു സൈഡിൽ ആൾക്കാർ വിളമ്പിക്കൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ കഴിക്കുന്നു, ഒരു സൈഡിൽ പാഴ്സൽ കൊടുക്കുന്നു. ഒന്നും പറയാനില്ല. ഒരു കുടുംബം വന്നിടങ്ങാൻ കുറച്ച് പേർക്കായിട്ട് ആഹാരം തയ്യാറാക്കി കൊടുക്കുക, അതൊന്നും വളരെ രുചിയോടെ. എവിടുന്നൊക്കെ ആൾക്കാർ വന്നെന്നറിയാം. ഇതൊരിക്കലും ഒരു കമ്പോളമല്ല, നിങ്ങൾ നേരത്തെ കണ്ടതാണ്. പക്ഷേ ഒരു കമ്പോളത്തിലെ തിരക്ക് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഈ ഹോട്ടലിന് ഫ്രണ്ടിലുണ്ടാവും. അത്ര സ്വാദിഷ്ടമാണ് അവർ നമുക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആര്യനാടുന്ന് പറണ്ടോട് റൂട്ടിൽ കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ശംഭു ശങ്കര ഹോട്ടൽ നിൽക്കുന്നത്. ഞാനൊരു 20 ഊണ് പാഴ്സൽ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അകത്ത് എടുത്തുകൊണ്ടിരിക്കുക. കാര്യം അമ്മാതിരി തിരക്കാം, നമ്മൾ ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങളുടെ അറിവിലേക്ക് വേറെ കാര്യം കൂടെ പറയാണ്. നമ്മുടെ ശംഭു ശങ്കരയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ശംഭു ശങ്കര വ്ളോഗ്സ്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെ ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന രുചികരമായ ഓരോ ഫുഡിൻ്റെ ഐറ്റംസിനെ കുറിച്ച് അറിയാൻ പറ്റും. 12 മണിക്ക് തുടങ്ങി 2 മണിക്ക് തീരുന്ന ഈ രുചിയേറിയ ഈ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞതിനേക്കാൾ ഉപരി ഈ ചിക്കൻ തോരനും കൂട്ടിയ കപ്പയും കൂട്ടി ഉച്ചക്കലത്തെ ഊണിൻ്റെ രുചി ഒന്ന് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞൊന്നും പൊള്ളയല്ലെന്ന് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. ശംഭു ശങ്കര എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കിഡിലോസ്കി ഹോട്ടൽ.